ഇരുവഞ്ചിപ്പുഴ കരകവിഞ്ഞത് ഒഴുകിയതിനെ തുടർന്ന് പല വീടുകളിലും വെള്ളം കയറി. കോടഞ്ചേരി കേന്ദ്രീകരിച്ച് ചെമ്പുക്കടവ് UP സ്കൂൾ, MES സ്കൂൾ എന്നിവിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലും കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും മലയോര മേഖലകളിൽ അതിതീവ്ര മഴ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. താമരശ്ശേരി മേഖലയിലടക്കം വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. താമരശ്ശേരിക്ക് സമീപം ഈങ്ങാപ്പുഴയിൽ ദേശീയപാതയിലെ ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായി സ്തംഭിച്ച അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഈങ്ങാപ്പുഴ അങ്ങാടിയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. പൂർണ്ണമായ ഗതാഗത സ്തംഭനമാണ്. അതുകൊണ്ട് തന്നെ വയനാട് മേഖലയിലേക്ക് പോകുന്ന ആളുകൾ കൃത്യമായ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. ദേശീയപാതയിലെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നതിനാൽ ഒപ്പം വയനാട് ചുരത്തിന്റെ മേഖലകളിൽ മഴ ശക്തമായി തുടർന്നുകൊണ്ടും ഈങ്ങാപ്പുഴ ടൗണിൽ ഇനിയും ജലനിരപ്പ് ഏറാൻ സാധ്യതയുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ്. ചുരത്തിലും താഴ്വരയിലും ശക്തമായി മഴ തുടരുന്നതിനാൽ ഈ മേഖലയിൽ മണ്ണിടിച്ചിലിനും ഒപ്പം മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീഴുന്നതിനുമുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് അത്യാവശ്യമല്ലാത്ത എല്ലാ യാത്രകളും ഒഴിവാക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപകട സാധ്യത കണക്കിലെടുത്ത് ചുരം മേഖലയിൽ അനാവശ്യമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും പുറത്തു നോക്കി കാഴ്ച കാണുന്നതും ഒഴിവാക്കണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിലും തിരയിലും പെട്ട് ചാലിയം ഭാഗത്ത് ഒരു ബോട്ട് അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും നാട്ടുകാർ സംയോജിതമായി ഇടപെട്ട് ഈ ബോട്ട് കരക്കടുപ്പിച്ചു. 17 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ആ ബോട്ടിൽ ഉണ്ടായിരുന്നത്. അവരെ സുരക്ഷിതമായി തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. കാരശ്ശേരി ഭാഗങ്ങളിലടക്കം മണ്ണിടിച്ചിൽ ഉണ്ടായ ചില സ്ഥലങ്ങളുണ്ട്. കാരശ്ശേരിയിൽ ഒരു വീടിനോട് ചേർന്ന ഇടത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. അവിടെ നിന്നും 2 കുടുംബങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. ഒപ്പം പുതുപ്പാടി പഞ്ചായത്തിന്റെയും കട്ടിപ്പാറ പഞ്ചായത്തിന്റെയും അതിർത്തിയായ പയോണപ്പുഴ കരകവിഞ്ഞു ഒഴുകുകയാണ്. ഇവിടങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും വെള്ളം കയറിയതിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഇത്തരം അപകടകരമായ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കോഴിക്കോട് നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കോഴിക്കോട് മാവൂർ റോഡ് ഭാഗത്ത് കോട്ടുളി മേഖലയിൽ വലിയ വെള്ളക്കെട്ടുണ്ട്. ഒപ്പം കണ്ണാടിക്കൽ പോലുള്ള തടമ്പാട്ട് താഴം പോലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലും വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. എന്തായാലും മഴ വരും മണിക്കൂറുകളിലും ശക്തമായി തുടരും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഉള്ളത്. കോഴിക്കോടിന്റെ കിഴക്കൻ മേഖലകളിൽ പ്രത്യേകിച്ചും വിലങ്ങാട് പോലുള്ള മുൻപ് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമൊക്കെ ഉണ്ടായ മേഖലകളിലും അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. ജില്ലാ ഭരണകൂടം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥരെയും ഈ ഭാഗങ്ങളിൽ ഇതിനകം വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആപത്ത് ഉണ്ടാവാനുള്ള സാധ്യതകളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമായി തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും വരുന്ന 3 മണിക്കൂറിൽ ശക്തമായി മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.